കൂട്ടുകാരൻ അതിലും ഈ കടന്ന് കൊണാന്ന് പറഞ്ഞ് ഈ സംസാരിക്കുന്നത് നാണം കൊണ്ടോടാ നിനക്കൊക്കെ? ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതിന് മുന്നേ തുടങ്ങിയവരുണ്ടല്ലോ, നീ പൂട്ടിക്കാൻ നടക്കുവോ? ഇപ്പൊ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായോ? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നല്ലോ. ഒന്ന് ചോണയുണ്ടെങ്കിൽ എടാ അതുലെ ഡാനി സത്യ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ എടാ ഞാൻ എല്ലാവർക്കും നമസ്കാരം. രേണുസുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്റെ അവസാന വീഡിയോ ആയിരിക്കും ഇതെന്നാരും പ്രതീക്ഷിക്കേണ്ട. ഞാൻ വേണ്ടെന്ന് വയ്ക്കും, പിന്നെ വേണമെന്ന് വയ്ക്കും, വേണ്ടെന്ന് വയ്ക്കും, വേണമെന്ന് വയ്ക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ റിയലി ചോദിക്കണം, എന്റെ ഓഡിയൻസിൻ്റെയോടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഈ രേണുസുതിയുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് നിർത്തണമെന്ന് നിങ്ങൾ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ഇതോടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഞാൻ തൊടത്തില്ല. ഭൂരിപക്ഷം കമന്റ് ഞാനൊന്ന് ചെക്ക് ചെയ്യും. ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ 100 കമന്റ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 50 കമന്റ് എടുക്കുമ്പോൾ അതിൽ ഒരു 30 അല്ലെങ്കിൽ 26 കമന്റ് ചെയ്യണമെന്നാണെങ്കിൽ ഞാൻ വീണ്ടും ചെയ്യും. ചെയ്യണ്ട എന്നാണെങ്കിൽ ഞാൻ വീണ്ടും ചെയ്യത്തില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടൊന്ന് താഴെ കമന്റ് ചെയ്യുക. ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, കുറേ പേര് നെഗ് പറയുന്നുണ്ട്, പേഴ്സണലി വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് ചെയ്യണമെന്ന് പറഞ്ഞ് പറയാറുണ്ട്. അത് നിങ്ങൾ മൊത്തത്തിൽ വീഡിയോ കാണുന്ന ഓഡിയൻസ് ആയിട്ടുള്ള നിങ്ങൾ ഉറപ്പായിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അത് സംബന്ധിച്ചും അത് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ പിന്നെ മുന്നോട്ട് വീഡിയോസ് ചെയ്യുന്നത്. എന്തായാലും രേണുസുതിയുമായി റിലേറ്റ് ചെയ്ത് രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ടപ്പോൾ ലെവക്ക് പൊള്ളിയിട്ട് ലെവൽ വന്നിട്ട് കണാന്ന് പറയുന്നതിന് മുന്നേ ഇവൾ എന്റെ വീഡിയോയിൽ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെ ഫുള്ള് ഇവൾക്ക് എന്നെ പൂര തെറിവിളിയും കിട്ടിയിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി, സംതൃപ്തിയായി. ഇതിൽ ആ കമന്റ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. അതുലെ അവന്റെ കൂട്ടുകാരൻ ഡാനി സത്യ, നിന്റെ ഒക്കെ വീഡിയോ കുറെ ആയി ക്ഷമിക്കുന്നു. നിനക്കിട്ടുള്ള പണി തരാടാ. പണിയാണ് അത് നടുവേദന എടുത്തിരിക്കുന്നത്, വേറെ ഒന്നുമല്ല. കുറച്ച് വെയിറ്റ് ചാക്ക് ഇന്നലെ പിടിച്ച് അങ്ങനെ ഒന്ന് ചെറിയൊരു ഉടക്ക് വീഴുന്നതായിരുന്നു. അതിനെ തുടർന്നിട്ട് ചെറിയൊരു നടുവേദനയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതിനെ തുടർന്ന് നീ പെട്ടെന്ന് തന്നെ എനിക്ക് പണിയുന്ന എല്ലാ കൂടി ജോലി ചെയ്യാൻ പറ്റത്തില്ല. അത് വിട്. ഇനി ഇതിന് ശേഷം നീ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രേണു. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നിന്നോട് പുച്ഛമല്ല തോന്നിയത്, സഹതാപമല്ല തോന്നിയത്. നിന്റെ അച്ഛൻ തങ്കം ചേട്ടന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. ഇങ്ങനെ ഒരു പടുവാഴ നിർമ്മിച്ച് നിർമ്മാതാവായി പ്രൊഡ്യൂസറായിട്ട് അങ്ങേരെ അവിടെ ഇരിക്കുകയും അതേ തുടർന്ന് അങ്ങേരെ അവസ്ഥ ആലോചിക്കുമ്പോൾ പരിതാപകരമാണ്. സത്യം പറയാലോ, ഇങ്ങനെ ഒരു അപ്പന്റെ അവസ്ഥ അത് കണ്ടില്ലെന്ന് നടിക്കാനും പറ്റത്തില്ല. എന്തായാലും പോട്ട്, നീ എന്നെ കുറിച്ച് ഡാനിയെ കുറിച്ചൊക്കെ അടിച്ച കൊണ നമുക്കൊന്ന് കേൾക്കാം. ഇത്രയും നീ വായ്ത്താൾ അടിച്ച സ്ഥിതിക്ക് നമ്മളെ രണ്ട് മറുപടി വരായിരുന്നു കഴിഞ്ഞാൽ മോശമല്ലേ? ഏറ്റവും കൂടുതൽ ഇൻസ്റ്റയിൽ എനിക്ക് റെക്കമെൻഡേഷൻ വരുന്ന വീഡിയോ ആണ് ഇപ്പോൾ. റിപ്ലൈ കൊടുറാ അതില്, റിപ്ലൈ അതിലേട്ടാ, റിപ്ലൈ ചേട്ടാ, എന്തൊക്കെ മെസ്സേജുകളാ വരുന്നത്. ഞാൻ ആരായിട്ടാ? അത് വിട്. അതല്ല, നമുക്ക് എന്തായാലും റിപ്ലൈ തുടങ്ങാം. നമസ്കാരം, രേണുസുതിയാണ്. ഓ നമസ്കാരം, രേണാസിനാണ്. അറിയാം. ഇനി പ്രത്യേകിച്ച് എടുത്തെടുത്ത് പരിചയപ്പെടുത്തണ്ട, അറിയാം. ബാ. നമ്മളില്ല കേട്ടാ, ഇത് ഡാനി സത്യനുള്ള മറുപടിയാണ്. അവൻ എന്താന്ന് വെച്ചാൽ ചേട്ട്, ഞാനിതിലില്ല, ഈ ഇമേജിൽ ഞാനില്ല. ഡാനി സത്യ കേള്. ഓ ആ നീ അല്ല ഡാനി സത്യന്റെ അടുത്താണ് ക്വസ്റ്റ്യൻ എങ്കിലും ഞാൻ ഉത്തരം പറയാം. നീ അല്ല ലോകത്തിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. വേറെയും കുറെ കാട്ടപരാധികളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നീ തുടങ്ങിയതിന് ശേഷം ഇത് കൂടുതൽ ചർച്ചയായി ഉള്ള കാര്യം പറയല്ലോ. മെയിൻ സ്ട്രീം മീഡിയയിൽ അടക്കം ഇത് ചർച്ചാ വിഷയമായി, ഭയങ്കര വിഷയമായി. നാളെ വളർന്നു വരുന്ന കുട്ടികളെ അടക്കം ബാധിക്കുന്നത് ഒരു സാധനമാണ് ഈ സബ്സ്ക്രിപ്ഷൻ. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തത് നല്ലൊരു കാര്യത്തിനാണ്. പക്ഷെ നിന്നേക്ക് പോലുള്ള കുറെ കാട്ടുമണ്ണകളെല്ലാം കൂടി വന്നിട്ട് അതിനെ ഒരു അപരാധ ഓപ്ഷനാക്കി മാറ്റി. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഠോ എന്നാണ് ഇപ്പം ഒരു വിളിപ്പേരിലിരിക്കുന്നത്. പറ. നീ നിന്റെ കൂട്ടുകാരൻ അതുല്, അത് പറഞ്ഞപ്പോഴാണ് നമുക്കുള്ള എൻട്രി അവിടെ ആയത്. കൊണാന്ന് നീ പറയുന്ന പിന്നെ എന്നാ കീര വിത്താടി. നീ പറയുന്നുണ്ടല്ലോ കൊണാന്ന്. നീ പറയുന്ന അത്രയും കൊണാന്ന് ഞാൻ എന്തായാലും പറയുന്നില്ല കേട്ടാ. അവളുടെ കൊണായിട്ട് കഴിഞ്ഞാൽ കോലവാരി നിലത്തടിക്കാന്നു കടയാടി. എന്തായാലും നിന്നെക്കാളും നാണോ മാനോ ഉളുപ്പുണ്ട്. നിനക്കാണ് നാണവും അല്ലല്ലോ, നാണവും മാനവും ഉളുപ്പും ഒരു ലെവലേശം താണ്ടിയിട്ടില്ലാത്ത ഒരു സാമാന്യ വർഗമാണ് നീ. അപരാധം. അതിനെ പറ്റിയിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അതിനിപ്പോ സെൻസസ് എടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല നീയാണോ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് അപരാധം തുടങ്ങിയ വ്യക്തി എന്ന്. പറ. പൊട്ടിക്കാൻ നമ്മൾ ആര്? കട മുതലാളിയാ? ഷട്ടർ ഇടാൻ ഇടിച്ച് പോടി. ഇതൊക്കെ നമ്മളിങ്ങനെ റിയാക്ട് ചെയ്ത് ഇത് സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയായി അവസാനം നമ്മുടെ ഗവൺമെന്റിന് ശ്രദ്ധയിൽപ്പെടും. അവസാനം നിന്റെ അക്കൗണ്ട് പൂട്ടും. അപ്പോഴ് ഞാൻ ചിരിച്ചോണ്ടിരിക്കും. സന്തോഷമായില്ലേ? പന്ന
നിന്റെ അക്കൗണ്ട് പൂട്ടിക്കാൻ വലിയ താമസമൊന്നും വേണ്ട, കുറച്ച് ചിക്കിളി എറിഞ്ഞാൽ മതി. പക്ഷെ ഞാനായിട്ട് പൂട്ടിക്കില്ല, ഇത് നിയമപരമായിട്ട് പൂട്ടണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്, മനസ്സിലായ രണ സുന? അല്ലാണ്ടത് ഞാനായിട്ട് പൂട്ടിച്ചു കഴിഞ്ഞാൽ അത് തീർന്ന്, നീ വീണ്ടും അക്കൗണ്ട് തുടങ്ങാം അങ്ങനെ ഇങ്ങനെ. മറ്റത് നിയമപരമായിട്ട് നിന്നെ പൂട്ടണം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്, മനസ്സിലായ രണ സുനെ? പിന്നെ എടാ ഞാൻ മാന്യമര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആരുടെയും നീ മാന്യ മര്യാദയ്ക്ക് ഉണ്ടാക്കണല്ലേ? എന്നാ ഗിരുവത്താണ് നീ മാന്യ മര്യാദയ്ക്ക് ഉണ്ടാക്കുന്നത്? എനിക്കൊന്ന് പറഞ്ഞു തരാമോ? കണ്ട അവരാതെ വീഡിയോകൾ, കണ്ട അവരാതെ ആൽബങ്ങൾ, കണ്ട അവരാതെ റീൽസ് എടുത്ത് നടക്കുന്ന നീ മാന്യ മര്യാദയ്ക്ക് ജീവിക്കുന്നത്? അപരാധം ആരെയും കുറ്റം പറഞ്ഞുമേ ആരെയും ക്രിട്ടിസൈസ് ചെയ്തും ക്രിട്ടിസൈസ് ഇംഗ്ലീഷൊക്കെ പഠിച്ച് ആര് മറ്റേ അവളെ പേരെന്തോന്ന നിന്റെ മാനേജർ റോസ്മേരിയ എന്തുവായിരുന്നു? കരിഷ്മ ലെവൽ പഠിപ്പിച്ചെന്നായിരിക്കും. ക്രിട്ടിസൈസ് വാവ് അമേസിങ്. ഞാൻ പണയണില്ല. മുറിക്കാത്തിരുന്ന് അല്ലെങ്കിൽ ഫോൺ വെച്ചോണ്ട് ഞാൻ ആരെയും വിറ്റ് തിന്ന് ജീവിക്കുമല്ല. പിന്നെ ഞാൻ എന്റെ മുണിക്കാത്തിരുന്നല്ല നിന്റെ മുണിക്കകത്ത് വന്നിരിക്കുവോ? നീ എന്നാ മുണിക്കാത്തിരിക്കുന്ന കാര്യം പറയുന്നേ? നിന്റെ വീട്ടിൽ വന്നിരിക്കട്ടെ നാളെ ഒരു വീഡിയോ കഷ്ടപ്പെട്ട്. ഞാൻ എന്റെ മുറിയിലാണ് ഇരുന്ന് ചെയ്യുന്നല്ല, നിന്റെ തന്തയുടെ മുറിയിലല്ല ഞാൻ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടാ. കഴിപ്പണം കേട്ടവളെ. ഞാൻ എനിക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. നീ ചെയ്യുന്ന തൊഴിലാ അപരാധം, അങ്ങനെ പറ. തൊഴിലല്ല, തൊഴിലെന്ന് പറയുമ്പോൾ അതിന് വേറൊരു ക്വാളിറ്റി ഉണ്ട്, വേറൊരു അർത്ഥമുണ്ട്. കണ്ട് അപരാധ വീഡിയോകളും ചെയ്ത് അപരാധി ദം 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 കാണിച്ചു കൂട്ടിയിട്ട് തൊഴിൽ ജീവിക്കണം. നിനക്കത് പറയാൻ എന്ത് യോഗ്യത നേടിയുള്ള? അത് ഞാൻ തുടങ്ങിയപ്പോഴാണല്ലോ നീയൊക്കെ ഇത്ര വലിയ സംഭവമാക്കിയേക്കുന്നത്. നാണോ മാനം കെട്ട അതുലേ. എടി നാണോ മാനം കേട് കെട്ടവളെ, നീ എന്നെ നാണോ മാനം പഠിപ്പിക്കുന്ന? എന്തായാലും എനിക്ക് നിന്നെക്കാളും നാണോ മാനമുണ്ട്. ഞാൻ ഇവിടെ തുണിയിടാതെ വന്നിരുന്ന് ഒന്നും ചെയ്യുന്നില്ല. മറ്റേ ശരീരത്തിലെ സാമാനങ്ങളൊക്കെ വാരിപ്പൊക്കി കാണിച്ചുകൊണ്ടൊന്നും ഞാനിരിക്കുന്നില്ല. അതൊക്കെ ചെയ്യുന്ന നീയാ. ഓരോ സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിറഞ്ഞമാരെ കടുവകളെ മെനക്കേർത്താൻ വേണ്ടിയിട്ട് നിന്റെ ഓരോ കിടുതാപ്പുകൾ എടുത്ത് കാണിച്ച് വീഡിയോ ചെയ്യുന്ന നീയാണ്, ഞാനല്ല. കാട്ടവരാതം കാണിച്ചിട്ട് കാട്ടവരാതം നീയായിട്ട് എന്നെ പറയുന്ന. എനിക്ക് ഞാനുണ്ടോ? നിനക്ക് വേറെ ചോദ്യം ചോദിക്കല്ലേ? നിനക്ക് നാനുണ്ടോ? തുടങ്ങിയപ്പോ മുതലേ ചോദിക്കുന്നുണ്ടല്ലോ നാനുണ്ടോ. നിനക്ക് നാണുണ്ടോ? ഒളിപ്പില്ലാത്തവളെ. അയ്യേ, നിന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് നിന്റെ സബ് എടുത്തിട്ടാണ്. അതിനേക്കാളും ഞാൻ അങ്ങ് പോണം, ഉടലോടെ ഉയിരില്ലാതെ പോണം. നിന്റെ സബ്സ്ക്രിപ്ഷൻ അത് ഞാൻ മറ്റവന്റെ ക്ലിപ്പ് വാങ്ങിച്ചതാ, ഞാൻ എടുക്കത്തില്ല. നിന്റെ വാങ്ങിയ സബ്സ്ക്രിപ്ഷൻ ആസ്വദിക്കാൻ പറ്റിയ ചാതന ബഡി ഷെമിങ്ങാന്ന് പറയില്ലേ? ഇവിടെ ഇത്രയും പറഞ്ഞത് എനിക്ക് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സമാനം കിട്ടത്തില്ല. ആസ്വദിക്കാൻ പറ്റിയ ചാതന കഴിപ്പണം. പിന്നെ പ്രൊമോഷൻ പൈസ പ്രൊമോഷൻ ചെയ്തെങ്കിൽ പൈസ കാട്ടവരാതം കാണിച്ചിട്ട് നീ എനിക്ക് കുറെ പ്രൊമോഷൻ ചെയ്തു തന്നു. പിന്നെ ഞാൻ നിന്നെ കുറിച്ച് പുകഴ്ത്തിയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. നിന്റെ കണ്ട അപരാധ കഥകളെല്ലാം വിളിച്ച് പറയുന്നത് ഞാൻ നിനക്ക് പ്രൊമോഷനാ. എന്നെ കൊണ്ട് വാതുറപ്പിക്കല്ലേ, വേറെ കുറെ കഥയുണ്ട്. പറയട്ടാടി. നാണല്ല, ഞാൻ മറന്നില്ല. നിനക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ആട്ടി ഓട്ടിച്ചിട്ട് വെളിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് മീഡിയയുടെ മുന്നിൽ കിടന്ന് മെഴുകി എണീറ്റ് പോയത് നിനക്ക് ഓർമ്മയുണ്ട? സ്റ്റേഷനിൽ ഒരു ഹോൾഡും എനിക്ക് അവിടെ ഇല്ല, ഒരു ഹോൾഡും. ഈ നിന്റെ തൃക്കോടിത്താനം പോലീസ് സ്റ്റേഷനിൽ ഒരു ഹോൾഡും ഇല്ല. പക്ഷെ അവിടെ വന്ന് എന്റെ കയ്യിലുള്ള തെളിവുകൾ കാണിച്ചു കൊടുത്തപ്പോൾ അവിടുത്തെ പോലീസുകാർക്ക് കാര്യം മനസ്സിലായി. അവർ കേസെടുക്കാതെ വിട്ട്. അതിനുശേഷം നീ അവിടെ കിടന്ന് കരഞ്ഞ് മെഴുകി അടുത്ത ദിവസം വന്ന് തൂറി മെഴുകി എണീറ്റ് പോയതുണ്ട്. ഞാനല്ല കരഞ്ഞ് മെഴുകിയത്, നീ. ആര്? നീ. എന്നെ അല്ല പണയേണ്ടത്, നീ നിന്നെ തന്നെ പണയണം, മനസ്സിലായ? പണഞ്ഞു വെച്ചിരിക്കണവള്. നീ ആരാടി? ചേട്ടാ, കരഞ്ഞു മെഴുകി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയത് നീ, എന്നിട്ട് പറയുന്നത് എന്നെ. കൊള്ളാടി കൊള്ള. നീയാണ് കേസും കൊടുത്ത് അവിടെ കിടന്ന് ഉരുണ്ട് പരണ്ട് ഇറങ്ങി ഓടിയോ? നീ നിന്റെ പങ്കാളികള്. ഇനി നിന്റെ കയറ്റാൻ നിന്റെ അച്ചി വിടാം സ്റ്റേഷൻ. നിനക്ക് തോന്നുമ്പോ കയറ്റാനും ഇറക്കാനും ഒക്കെ. പിന്നെ ഡാനി കുറച്ച് പറ. ഡാനി എന്തുവാ സത്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു? അതെന്താടി ഡാനിയുടെ അടുത്ത് നിനക്കൊരു അയവ്? നിനക്കെന്താടി ഡാനിയുടെ അടുത്ത് ഒരു അയവ്? കൊണ ഡാനിയുടെ സൂക്ഷിച്ചോ, നീ തച്ചു വെച്ചോ, നിന്നെ വശീകരിച്ചെടുക്കുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നുന്നുണ്ട്. പേടിയാ? എന്നാ ഗിരവത്തിന് എനിക്ക് പേടി. നിന്നെ എഴിച്ചു പോരി തള്ളി മറിക്കാതിരുന്ന് കണാകുണ കാലു കഥന എടുക്കുന്നു. നിന്നെയൊക്കെ പേടിക്കാൻ നീ ആരാ? ഞാൻ പേടിക്കാനായിട്ട് നിന്നെ. ഞാൻ ചെയ്യുന്ന സത്യങ്ങളും എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും നിനക്ക് പറയാൻ പേടിയാണ്. പിന്നെ എന്റെ അച്ഛൻ തങ്കച്ചനെ പറ്റി നീ പറഞ്ഞല്ലോ. ആ പറട്ടക്കളവനാണ് ആദ്യം കാലേ വരെ അടിക്കണ്ട. നിങ്ങൾക്ക് വല്ലതും തുടച്ചു കളഞ്ഞാ പോരായിരുന്ന?
ചുമ്മാ ആവശ്യമില്ലാണ്ട് ഓരോ പരിപാടിക്ക് പോയിട്ട് ഓരോന്നിനെ നിർമ്മിച്ച് വിട്ട് എന്റെ പൊന്ന് നിർമ്മാതാവേ കലി വരുന്നു. ഇതെല്ലാം സഹിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? തങ്കം ചേട്ടൻ. അതെ, നിന്റെ തന്ത നിന്നെ കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തിയത്. സുധി ജീവിച്ചിരുന്ന സമയത്ത്, കിച്ചു പറഞ്ഞാണേട്ടാ, ഞാൻ പറഞ്ഞല്ല, സുധി ജീവിച്ചിരുന്ന സമയത്ത് നിന്റെ തന്തയും നിന്റെ തള്ളയും നീയും നിന്റെ സഹോദരിയും നിന്റെ സഹോദരിയുടെ ഭർത്താവും എല്ലാം സുധിയുടെ പൈസക്കാണ് ഞണ്ണിക്കൊണ്ടാ വീട്ടിൽ കയറി കിടന്നത്. അതിന് നിനക്ക് എന്നാ ഉത്തരം പറയാനുള്ള ഈരവത്ത്? അതിനുള്ള ഉത്തരം പറയടി. കൊണാണെന്ന് നീ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ആയി കിടന്ന് തിളയ്ക്കുന്നു. നിന്റെ തിളപ്പ് എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടെന്നല്ല കാലവാരി എടുത്തടിക്കേ കോപ്പ്. എന്റെ തന്ത എന്നെ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ഡിഗ്രിയും പാസ്സായി. അതിനുശേഷം പിന്നെ പോയില്ല, ഒരു ആക്സിഡന്റ് ആയതിനു ശേഷം പിന്നെ പഠിക്കാൻ പോയില്ല. ഓക്കെ, എന്റെ തന്ത എന്നെ നല്ലതും ചീത്തയും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. നിന്റെ തന്ത നിന്നെ പഠിപ്പിച്ചു വെച്ചിട്ടാണ് ശരീരം മാനവും വിറ്റ് നീ കിടന്ന് കാട്ടാപ്പുകൾ കാണിക്കുന്നത്. മനസ്സിലായ? അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ എന്തായാലും മറ്റേ അപരാധം കാണിച്ചല്ലേ ഇവിടെ ഇരുന്ന് കൊണയടിക്കുന്നത്. നിന്നേക്കാൾ പോലുള്ള അപരാധങ്ങൾ കാണിക്കുന്നതിനെ എന്നെ എക്സ്പോസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ തന്തയും നിന്റെ തന്തയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മനസ്സിലായ? അത് നീ ഒന്ന് മനസ്സിലാക്കി. അവള് വന്നിരിക്കണം എന്റെ തന്തയെ പറയാനായിട്ട്. എനിക്ക് നിന്റെ തന്തയ്ക്ക് വിളിക്കാൻ അറിഞ്ഞാത്തോണ്ടല്ല. പിന്നെ ആ കളവനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനും വിവരമില്ല, ബോധമില്ല. മറ്റേ വീട് ചുരണ്ടി ഇളക്കി തങ്ക ഇതാ കണ്ട ഈ ടീമുകളാണ്. ഇതൊക്കെ എന്ത് പറയാ? എനിക്ക് എന്ത് പറയാ? ഞാൻ എന്ത് പറയാനാ? നിന്നെന്ത് പറയാനാ? ശരി മാച്ചം. എന്തായാലും എന്റെ തന്തയായിട്ട് നീ കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട കേട്ടാ. നീ വളർന്നിട്ടില്ല. നിന്നെ പോലെ കേട് കെടുത്തിയല്ലേ എന്നെ വളർത്തി വെച്ചിട്ടുള്ള ആ ഒരു ക്വാളിറ്റി എനിക്കുണ്ട്. അതെ, നീ അങ്ങനെയല്ല. നീ നിന്റെ തന്ത വളർത്തിയതുപോലെയല്ല, നിന്റെ തന്തയെ പോലെയല്ല, നിന്റെ തന്തയുമല്ല. ഞാനൊന്നും പറയുന്നില്ല. തന്തയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. തന്തയെന്ന് പറഞ്ഞാൽ അച്ഛനെന്നാണ്. അച്ഛനെന്ന് പറഞ്ഞാൽ അച്ഛനാണ്, തന്തയെന്ന് പറഞ്ഞാൽ അച്ഛനാണ്. അതിൽ കുഴപ്പമൊന്നുമില്ല. നീ കിടന്ന് കൊണയടിക്കാതടി, കിടന്ന് മെഴുകാതടി. നീ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കുന്ന ഡാഡി. അതെന്താ നിന്നെ കഷ്ടപ്പെട്ട് വളർത്താൻ മാത്രം? നിന്നെ എന്ത് എടുത്ത് ഉരുട്ടിക്കൊണ്ട് നടന്നത്? കഷ്ടപ്പെട്ട് വളർത്തിയ പിന്നെ ബാക്കിയെല്ലാവരും എന്തോ എങ്ങനെ വളർത്തിയത്? നിന്നെ തവിട് കൊടുത്ത് വാങ്ങിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നീ പറയത്തില്ല. തവിട് കൊടുത്ത് വാങ്ങിച്ചു തന്നെ ചോദിച്ചു, തങ്കച്ചേട്ടൻ്റെ ചോദിച്ചൊക്കെ, അച്ഛ എന്നെ തവിട് കൊടുത്ത് വാങ്ങിച്ചതല്ലേ? അങ്ങനെ ആയിരിക്കും. അല്ലാണ്ട് ഇതുപോലത്തെ സാധനത്തിനൊക്കെ കിട്ടുമോ മനുഷ്യന്മാർക്ക്? ഒന്നും പണയാനില്ല. പിന്നെ എൻ്റെ അച്ഛനായിട്ട് കമ്പയർ ചെയ്യുമ്പം നീ ഒന്ന് ആലോചിക്കണം കേട്ടാ. ഒന്ന് ആലോചിക്കുന്നത് എനിക്ക് നല്ലതായിരിക്കും. നിന്നെ എങ്ങനെ വളർത്തി ഉണ്ടാക്കി വെച്ച് നീ ഇപ്പം എങ്ങനെ അവരാഴ്ച നടക്കണം. എൻ്റെ ചരിത്രങ്ങൾ കൂടുതൽ നാട്ടുകാരെ അറിയാത്ത കഥകൾ എനിക്കറിയാം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, വാതുറപ്പിക്കരുത്. എനിക്ക് എന്ത് യോഗ്യതയാണ്? എനിക്ക് ഡിഗ്രി പാസ്. നിനക്കെന്ത് യോഗ്യത? നീ സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടുണ്ടായി. ഇജ് പോടി, തള്ളി മുറിക്കാതിരുന്നു. അവള് കൊണ എന്റെ അടുത്ത് പറയാൻ വന്നിരിക്കുന്നു. തങ്കൻ ചേട്ടന്റെ അച്ചാറ് വെച്ച് പോ, വല്ലാതെ വായിരിക്കണം കേൾക്കാതെ. അവളെ അയ്യ നീ ആരാന്നടി നിന്റെ വിചാരം? കോപ്പ് കേക്കടാ. നീ ബെറ്റടിക്കണ? നിന്റെ അക്കൗണ്ട് ഞാൻ പൂട്ടി കാണിച്ചേട്ടാ. ഞാൻ നിയമപരമായിട്ട് എങ്ങനെ നിനക്ക് ഇതെല്ലാം ഒരു വിഷയമാക്കി നിന്നെ പോലെയുള്ള അപരാധങ്ങൾ ചെയ്യുന്ന എല്ലാ അക്കൗണ്ടുകളെ ഒരുമിച്ച് ടാഗ് ലൈൻ ചെയ്തിട്ട് പൂട്ടിക്കണം എന്നുള്ളൊരു ആശയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. മനസ്സിലായ? പിന്നെ നിനക്ക് വാശിയാണെങ്കിൽ നിന്റെ അക്കൗണ്ട് മാത്രമേ ഞാൻ പൂട്ടിച്ച് കാണിച്ചു തരാം. വാശി വയ്ക്കുന്ന നീ ബെറ്റടിക്കുന്നെങ്കിൽ പറയാം, നമുക്ക് പൂട്ടി കാണിച്ചു തരാം. അവളെ കൊണയടിക്കാൻ വന്നിരിക്കണം എൻ്റെ അടുത്ത്. കോപ്പ് മെറ്റേ അതെ നിന്റെ കുഞ്ഞമ്മയുടെ മോനെ മെറ്റ. ഇത് പടി. അതൊക്കെ പക്ഷെ അവരാധിക്കാനല്ല ഓപ്ഷൻ തന്നത്. ഉള്ള മറ്റേ പൊടുപ്പത്തുങ്ങളെടുത്ത് വെളിയിലിട്ട് കാണിച്ചും കൊണ്ടിരുന്നിട്ട് കണകുണാന്ന് ഓരോ കാമക്കടവുകളെ സാറ്റിസ്ഫൈ ആക്കിക്കൊണ്ടിരുന്ന് വീഡിയോ ചെയ്തിട്ട് അവള് മെറ്റ എനിക്ക് പെറ്റാന്നു. കോപ്പ് എന്റെ റിംഗ് ലൈറ്റ് പോട്ടെന്ന് വയ്ക്കും. ഞാൻ പിടിച്ച് ഓടിച്ച് വളച്ചങ്ങ് വെക്കും. ഞാൻ കോപ്പ് ദേഷ്യം പറഞ്ഞു എനിക്ക്. അതിലെ കൺട്രോൾ കോപ്പ് അശ്ശിയെ ആസ്വദിക്കാൻ പറ്റിയ സാധനം. ഇതിനേക്കാളും നല്ലത് ഞാൻ വല്ല ബ്രാസീൽ നോട്ടി അമേരിക്കൻ പോയി കണ്ടു. നബടി ആലീസ് അന്തതുണ്ടാവില്ല. അല്ലാണ്ട് ഈ വന്ന് നിന്റെ ഗുണ വീഡിയോ കണ്ടിട്ട് അയ്യേ ഇതിനേക്കാളും നല്ലത് ഞാൻ ഖട്കരോ. എടി നിനക്ക് നാണല്ലോ, പറഞ്ഞ നേരമല്ലോ. നാണല്ലോ കൊണക്കണല്ലോ. ഓണോട്ടി നീ മലിഞ്ഞു കിടക്കുന്നത് പോരെ. ഓ ലാസ്റ്റ് വാണിംഗ് ആയിരുന്നു. സോറി ഓംബ്ര ലാസ്റ്റ് വാണിംഗ് ആയിരുന്നല്ലേ.
അണിഞ്ഞില്ല നോമൊന്നും അണിഞ്ഞില്ല. അയ്യോ ലാസ്റ്റ് വാണിങ്. കോപ്പാണ് കോപ്പ്. ഇനി തീർന്നില്ലല്ലോ പണ. ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കും ഒരു പണിക്കുമ്പോ. നീയും നിന്റെ കൂട്ടുകാരൻ ഡാനിയും കൂടെ കിട്ടുന്ന പൈസ അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ കുഞ്ഞിനും കൂടെ നീ ചെലവിനതാ. പിന്നെ നിന്റെ തന്ത ഞാനല്ലേ, അല്ലെങ്കിൽ ഡാനിയല്ലേ? ഡാനിയും ഞാനും അല്ലേ നിന്റെ തന്ത. ഏച്ചി പോടി, നിനക്ക് ചെലവിന് ഏച്ചി പോടി. പിന്നെ ഇത്രയൊന്നും കിട്ടിയതൊന്നും പോരാ, വീണ്ടും അണ്ണാക്കിലോട്ട് പൈസ എന്നുള്ള ഒരു ആർത്തി മാത്രമേ ഉള്ളൂ നിനക്ക്. ഒരു കൊണയുമില്ല. ആക്രാന്തം എന്നാ റണാസിന, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ആക്രാന്തത്തോട് ആക്രാന്തം. ഇങ്ങനെ ആക്രാന്തം കാണിക്കരുത് ഏട്ടാ. എവിടെ ചെന്ന് ഇടിച്ചിരിക്കുന്നത്? പണം കുറേ ഉണ്ടാക്കിയല്ല പൈസ. ഞാനൊന്നും പറയണില്ല, ദേഷ്യം പറഞ്ഞു ചില സമയത്ത് നിന്റെ വർത്താനം കേൾക്കുന്നു. നിനക്ക് ചെലവിന് തന്നെ നമ്മൾ തരണം, അതും കൂടി വാങ്ങിച്ചു വെച്ച് ഞണ്ണാനായിരിക്കും. കോപ്പ്. നിനക്ക് കെട്ടിയല്ലേ പോയി കെട്ട് വേറെ, അല്ലാണ്ട് അവന്റെ പേരും പറഞ്ഞ് കാലാകാലമായിരുന്നു ശനിയേട്ടാന്ന് പറഞ്ഞ് ഒരാഴ്ചകൊണ്ടിരിക്കാണ്ട് പോയി വേറെ കെട്ട്. എന്നിട്ട് നിനക്കൊക്കെ ചെലവിന് നമ്മൾ ഇനി തരാം നിനക്ക്. അണ്ണാക്കില് എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല, വാറപ്പിക്കില്ല കോപ്പ്. വിവരമില്ലാത്ത വിവരം ബോധം പൊക്കണമില്ലാത്ത രണ്ടെണ്ണം ഉണ്ട് നിന്റെ കൂട്ടുകാരികൾ. അതിനൊക്കെ അത് അവരെങ്കിലും മനസ്സിലാക്കി സംസാരിക്കുന്നില്ല എന്ന് കോപ്പാണ്. വിവരം ബോധം പൊക്കണമില്ലാത്ത നിന്റെ കൂട്ടുകാരികളും നീ ഏതാടേ യൂണിവേഴ്സ്? വിധവ എവിടത്തെ ഏത് പഞ്ചായത്തിലെ വിധവ നീ? വിധവകൾക്ക് വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്ത് വന്ന രണാസുന എന്നായിരിക്കും. കോപ്പാണ് നീ കോപ്പ്. തീർന്ന നന്നായി. ഇനി ഇവിടെ കൂട്ടുകാർ കുറെ കൊണ അടിച്ചിട്ടുണ്ടായിരുന്നു. എടീ നിന്നെ ഞാൻ അന്ന് വിട്ടതാണ് തെറി വിളിച്ച സമയത്ത്. പിന്നെ നിന്നെ ഇപ്പോഴാണ് കാണുന്നത്. തന്തയ്ക്ക് വിളിപ്പിക്കരുത് കേട്ടാ, തന്തയ്ക്ക് വിളിപ്പിക്കരുത് എന്നെ കൊണ്ട്. വാ തുറന്ന ചെറ്റയാണ് വളരെയധികം. സത്യം, ഞാൻ ഉള്ള കാര്യം നോർമലി പറയുക. ആണാണെങ്കിൽ നിനക്ക് വേറൊരു രീതിയിൽ ഞാൻ തെളിയിച്ചു തരാം. ഏത് ആണാണോന്ന് എന്നെ കൊണ്ടൊന്ന് പണയിപ്പിക്കരുത്. ആണാണോ നിനക്ക് അറിയണം അല്ലേ ഡാനി? വണ്ടി ആണാണെന്ന് നമുക്ക് അറിയണമെന്ന് അറിയണോടി? നിർബന്ധമാടി എനിക്ക്? നിന്റെ ഹസ്ബൻഡ് ചേട്ടായിയുടെ അടുത്ത് പറ തെളിയിക്കാൻ. എൻ്റെ അടുത്തല്ല, ഞാൻ തെളിയിച്ചു കഴിഞ്ഞാലേ പിന്നെ നീ പോട്ടെ. വിട്. എനിക്ക് അത് തന്നെയാണ് നിന്റെ അടുത്ത് ചോദിക്കാതെ. മറ്റോളെ മൂടുന്നായും കൊണ്ട് നടക്കാൻ നിനക്ക് പോയി തീർന്നൂടെ? എന്തിന് നീക്ക് ഇങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് വെറും പിണ്ടമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു? എന്താത്തിന് കോപ്പ്? അതെന്നെ എനിക്ക് ചോദിക്കാതെ. എന്റെ വീഡിയോ റിയാക്ഷൻ അയ്യേ വല്ലാണ്ടാവാൻ പറ്റിയ ചാതന വെച്ച് പാടി ചുമ്മാ അടുത്ത അവള് തള്ളാൻ വന്നിരിക്കുന്നത്. അവക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പ വരും മൂട് താങ്ങാനായിട്ട്. രണ്ടെണ്ണം ഇത് എവിടെ നിന്ന് ഏത് യൂണിവേഴ്സിൽ നിന്ന് വരുന്നതെന്തോ കോപ്പുകൾ. അച്ഛന് സുഖാണോ? ഞാൻ അന്വേഷിച്ചെന്നൊന്ന് പറയണം കേട്ടോ. അതുപോലെ ഏട്ടായിക്ക് സുഖാണോ? ഇല്ലെങ്കിൽ ഞാനൊന്ന് അന്വേഷിച്ചെന്ന് പറയണം. ആണും പെണ്ണും കെട്ടവനാണോ കെട്ടാത്തവനാണോ എന്ന് നീ വാ, നിനക്ക് കാണിച്ചു തരാം. പോരെ? സന്തോഷമല്ല എനിക്ക്? അവളെ എന്നെ ആണും പെണ്ണും ആണോ എന്ന് തെളിയിക്കാന്നായിരിക്കും കോപ്പ്. നീ പെണ്ണാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സംശയം ഇല്ലാതില്ല. കൊച്ചാ തൈക്കളവിയ എന്തോ അടി. അയ്യേ അവളെ വീഡിയോ കണ്ടിട്ട് മനൻ നമ്മിൽ മോഹം നൽകി മോഹം നെഞ്ചിൽ ദാഹം നൽകി ദാഹം നീല കൂട്ടിൻ നൽകി പാടു കാട്ടു മൈനേ പൊണ്ണ് കാട്ട് അവരാതിയേ. എന്നെ കൊണ്ടൊന്നും പനയിപ്പിക്കരുത്. അവളെ വീഡിയോ കാണുന്നതിനേക്കാളും ഞാൻ ഖട്കരോ ഈടെ അതിന്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് എന്തുവാടേ ഞാൻ അത്രയ്ക്ക് കേവലൊന്നും അല്ല. എന്തുവാ ഇത്? നീ ഏത് യൂണിവേഴ്സാ? അപ്പൊ ഈ ചോദിക്കാൻ പറ്റിയ ചാതന വേറുള്ള ഈ സബ്സ്ക്രൈബ് വച്ചിട്ടുള്ള ജാമാനങ്ങൾ അയച്ചു തന്നത് അല്ല. എനിക്ക് പ്രാന്തല്ലേ ഉള്ള ജാമാനം സബ്സ്ക്രൈബും ചെയ്തിരിക്കുക അവിടെ കണ്ണിലെണ്ണ അയച്ച്. ആ പൈസ ഉണ്ട് ഞാൻ വല്ല പിച്ചക്കാർക്കും കൊടുക്കുക. അവർക്ക് ഒരേ നേരത്തെ ഊണ് മേടിച്ച് വയ്ക്കുക. കോപ്പ് ഇതിന്റെയൊക്കെ മറ്റേ തൊളവടകളും കണ്ടോണ്ടിരിക്കുക കോപ്പ്.
നീ പെണ്ണാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. എങ്കിലും എവിടെയോ ഒരു ലുക്ക് വൈസിൽ ഒരു പെണ്ണ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അതിനുള്ള ഉത്തരം തരുന്നില്ല. വെല്ലുകൊണ്ട് വെക്കേണ്ട കേസ്. അത്രയും മ്ലാച്ചകരനായിപ്പോ ഞാൻ നിന്നെയൊക്കെ പോലുള്ള അപരാധങ്ങളെയൊക്കെ ഡീൽ ചെയ്യുമ്പോൾ. എൻ്റെ ചിലവ് ഞാൻ നോക്കാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇവളുടെ സബ്സ്ക്രിപ്ഷൻ അവൾ അപരാധം കാണിക്കുന്നുണ്ട്, ഞാൻ അതെടുത്ത് വെച്ച് കണ്ടന്റ് ആക്കുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്. നീ ഇത് രണ്ടിന്റെ ഇടയിൽ കയറി നീ കണ്ടന്റ് ഉണ്ടാക്കി നീ പൈസ ഉണ്ടാക്കുന്നില്ലേ? അപ്പൊ നീ നിന്റെ വീട്ടിൽ ചെലവിന് കൊടുക്കുന്നത് നീ ചെലവ് ഉണ്ടാക്കുന്നത് ഇതിൽ നിന്നല്ലേ? കൂടുതൽ കൊണയടിക്കല്ലേ ശ്രദ്ധം. വാടി വാ 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 കയ്യിൽ തന്നെ ഞാൻ വാ പെണ്ണാനോ എന്നെ എടാ അതുലെ ആ കുഴപ്പമില്ല വാ. നിന്നെയൊക്കെ ചൊറിയ നീ ആര്? നിന്നെ ആരടി ഇവിടെ ചൊറിഞ്ഞ്? രേണുവിനെ പറയുമ്പോ നീ എന്നെ അകത്തിന് അങ്ങോട്ട് നോക്കി ഉടുക്കിക്കൊണ്ട് പറഞ്ഞ നിന്നെ ആരും ഇവിടെ വിളിച്ച് ക്യാ അവരാതെ ഹേ? പിന്നെ നിന്റെ ചപ്പോട്ട് ഇപ്പൊ വാരി കോരി നിനക്ക് അങ്ങോട്ട് തരാഞ്ഞേ. എന്നാ എന്നാ 2 കിലോ എടുത്തോ ചപ്പോട്ട്. എന്നാ എന്നാ ഇന്നാ ഇച്ച് ബോഡി തേങ്ങയാ പറയുന്നത്. ഓ നിന്റെ ഉള്ള സാമാനങ്ങളെല്ലാം നീ ഇങ്ങോട്ട് പുറത്തു വിടും. എന്നെ കുറിച്ചുണ്ട്, ഡാനിയെ കുറിച്ചുണ്ട്, കുറെ കാലം കൊണ്ടിരുന്ന് ഓണം അടിക്കുന്നുണ്ടല്ലോ. ഉള്ളതെല്ലാം കൂടി എടുത്ത് അങ്ങോട്ട് ഇടും. ഞാൻ ഒന്ന് കാണട്ടെ. എന്നാ ഗീരവത്താ നിന്റെ ഇരിക്കുന്നത് ഞാൻ ഒന്ന് കാണട്ടെ. അവളെല്ലാം ഉണ്ടെന്ന് ചോണ ഉണ്ടെങ്കിൽ നീ എടുത്തിടറി. എനിക്കെതിരെ നിന്റെ എന്ത് കീരവത്തുണ്ടെന്ന് വെച്ചാൽ നീ എടുത്തിട്ട് ഞാൻ ഒന്ന് കാണട്ടെ. അവളെ കീരവത്ത് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. നിന്റെ കട്ടില് പോട്ടെന്ന് നോക്കി ഞാൻ എല്ലാം കൂടി എടുത്ത് അറിയിച്ചാളെ ഈ കോപ്പേ. ഓ നീ എവിടെ മാന്യമായിട്ട് നീ അന്ധമായിട്ട് ഉണ്ടാക്കിയെന്നാണ് നീ പറയുന്നത്? ഈ അപരാധങ്ങളെ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെയൊക്കെ മൂട് വാങ്ങി നടക്കുന്നതാണ് നിന്റെ മാന്യത. അപരാധം മിണ്ടരുത്, നീ മിണ്ടരുത്, എന്നെ കൊണ്ടൊന്ന് പണയിപ്പിക്കരുത്. അപ്പൊ ശരി, ഞാനേ ഒരു കമന്റ് കൂടി വായിച്ചിട്ടൊന്ന് നിർത്തിട്ട്, കാരണം കുറെ അപരാധങ്ങളായി. ഇന്ന് 2 രേണു ഈ വയ്യടേ വയ്യേ. ഇൻസ്റ്റയിൽ എനിക്ക് എത്ര മെസ്സേജ് വരുന്നു. ഞാൻ രേണുവിന്റെ വീഡിയോയിൽ പോയി ഒരു കമന്റ് ഇട്ടു, അതിന് എത്ര കമന്റ് റിപ്ലൈ വരുന്നു. ഞാൻ ആരാ കേട്ടാ? അതുപോട്ടെ, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, രേണു നീഡ് നെഗറ്റീവ് പബ്ലിസിറ്റി. രേണു നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നു. അതുൽ യു പ്ലേയിങ് വെരി കണ്ണിങ് ഗെയിം വിത്ത് രേണു. അത് എന്ത് അർത്ഥത്തിലാണ് അവേ രഞ്ജിത നിങ്ങൾ പറഞ്ഞത്? എനിക്കത് മനസ്സിലായില്ല. അതായത് രേണുവിനോടൊപ്പം നിന്ന് കണ്ണിങ് ആയിട്ട് ഞാൻ ഗെയിം കളിക്കണമെന്ന്. അതേ അത് ഗെയിം ഇടേ ലുഡോ ലുഡോ ആണോ? എനിക്ക് കുറച്ച് കളിക്കേണ്ടി വരും. അവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന വ്യാജന യു ആൻഡ് ഡാനി പ്ലേയിങ് പക്കാ ഫ്രോഡ് ഗെയിം. അതായത് അവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഡാനി ഫ്രോഡ് ഗെയിം കളിക്കുന്നു എന്നാണ് രചന പറയുന്നത്. ഓക്കെ, നൈസ് ആക്ടിങ് ആൻഡ് രേണുസ് കമന്റ് വാസ് ഓർ റിയലിസ്റ്റിക് പക്കാ പ്ലാൻഡ്. അതായത് രേണു കമന്റ് ഇട്ടത് എന്റെയും ഡാനിയുടെയും പ്ലാനിങ് ആണെന്ന്. പുഴുതു തരാം നിനക്ക്, നീ തെളിയിച്ച കേട്ടാ, പുഴുതു തരാം. പിന്നെ നീ പറയണ പണിയാ എടുക്കാം, നീ തെളിയി. ഈ ആരെ പേരെന്താ? രഞ്ജിത. നീ തെളിയിക്കുക ചേച്ചി, തെളിയിക്കുക. ചുമ്മാ വന്നിട്ട് അങ്ങ് അടിക്കുക, തെളിയിക്കുക. ചുമ്മാ വായത്തോളം അടിക്കാണ്ട് തെളിയിക്കുക. നീ പറയുന്ന വഴി എൻ്റെ ചാനൽ എഴുതണോ? തരാം. എൻ്റെ സമ്പാദ്യം മൊത്തം തന്നോ? തരാം. നീ വേറെ എന്ത് വേണം? നീ പറയുന്ന പണി ഞാൻ എടുക്കാം. നിന്റെ അടിമയായിട്ട് നിൽക്കണോ? നിൽക്കാം. നീ തെളിയിക്ക് ഞാനിത് പ്ലാൻ ചെയ്തതാണെന്ന്. വേറെ ഏത് മനുഷ്യനായിട്ട് എന്നാ ഗെയിം പ്ലാൻ ചെയ്താലും ആ കാട്ടവരേതായിട്ട് ഞാൻ ഗെയിം പ്ലാനിങ് ആണ്. അതിനേക്കാളും നല്ലത് ഞാൻ പോയി എന്ത് ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. തീരുന്നതാണ് നല്ലത്. പിന്നെ ജീവിച്ചിരുന്ന കാര്യമില്ല ഇതുമായിട്ടൊക്കെ ഗെയിം പ്ലാനിങ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. കഷ്ടം. ഓക്കെ, പക്ക. ഐ ഗൈസ് രേണു അതുൽ ആൻഡ് ഡാനി പ്ലേയിങ് ആൻഡ് മേക്കിംഗ് ദ വ്യൂസ് ഫൂളാക്കിക്കൊണ്ട് വ്യൂസിനെ ഫൂളാക്കുന്നു എന്നാണ്. പക്ഷെ നല്ല അടിപൊളിയായി മൂഞ്ചിപ്പോയി. എവിടെ മൂഞ്ചിപ്പോയി? നീ മൂഞ്ചിക്കൊണ്ട് അവിടെ ഇല്ല. എനിക്ക് അതേ ഉള്ളൂ പറയാം. നന്നായി മനസ്സിലാവുന്നുണ്ട്. പിന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നീ പോയി അവിടെ ഇല്ല.
നിങ്ങളുടെ പ്ലാനിങ് കുറെ ആയില്ലേ യൂട്യൂബിൽ ഇമാരി പ്ലാൻഡ് തെറിവിളി നടക്കുന്നു. സോ കാണുമ്പോഴേ മനസ്സിലാവും നിങ്ങളുടെ പ്ലാനിങ് മറക്കാൻ ഒരു തെറി വീഡിയോ ഇട്ടാൽ നമ്മൾ വിജയിക്കും. നിങ്ങൾ 3 പേരും കണക്ഷൻ ഇല്ലെന്ന്. എനിവേ നൈസ്. അതായത് നമ്മൾ കണക്ട് ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പൊ ഈ കളി കളിച്ചത്. എന്റെ പൊന്നട ജീവിതത്തിൽ ആരുമായിട്ട് പ്ലാൻ ചെയ്താൽ ഈ അപരാധിയായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നു തോന്നുന്നോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യാനും പോകുന്നില്ല. ഇതിന്റെ അടുത്തൊക്കെ പോയി പ്ലാൻ ചെയ്യുന്നതിനേക്കാളും ഞാൻ പോയി തീരുന്ന കാണുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ മുത്തശ്ശേട്ടൻ എന്ന് പറയുന്ന പോലെ ഞാൻ ജീവിച്ചിരുന്നത് കാര്യമില്ല. ഇതിന്റെയൊക്കെ കൂടെ ഞാൻ പ്ലാനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ. കാരണം ഇവളെ എനിക്ക് അത്രക്കിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കേസ്, കോടതി, അവളെന്നെ കുറെ നടത്തിച്ച്. എന്തായാലും അവൾ കൂടാന്ന് നടന്നായിരുന്നു. പിന്നെ എനിക്ക് പോസിറ്റീവ് ആയപ്പോൾ അവൾക്ക് മടിപ്പായി. അവൾ മൂഞ്ചിയെന്ന് മനസ്സിലായപ്പോൾ അവൾ തിരിഞ്ഞ് പതുക്കെ നടന്നു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ അപരാധികളുമായിട്ട് ഒരു പരിപാടിക്കും ഞാനില്ല. അത് ഓക്കെ. ഒരു സെക്കൻഡ്. ഓക്കെ. അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇരിപ്പുവശം പ്ലാനിങ് ആണെന്ന് പറയും. എന്റെ വന്യ രജിത ഓക്കെ തെളിയിച്ച് കഴിഞ്ഞാൽ നീ പറയുന്ന പണി ഞാൻ എടുക്കാം. അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞു. അതിലെ റിപ്ലൈ ഇന്നെന്ന് ആയിക്കോട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.